കാന്ത എന്ന സിനിമയുടെ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. നിരൂപകരെ രണ്ട് തട്ടിലാക്കിയ സിനിമയാണിത്. ആധുനിക സിനിമയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണിത്. കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനവും ഉയർന്ന സാങ്കേതിക മികവും നൽകുന്ന ഒരു സിനിമ അതിന്റെ തന്നെ കഥാഘടന നിലനിർത്താൻ പാടുപെടുന്നു. ദുൽഖർ സൽമാന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ചതാണെന്ന് വിളിക്കപ്പെടുന്നു. ഇതാണ് സിനിമയുടെ തർക്കമില്ലാത്ത അച്ചുതണ്ട്. സംഗീതം. ജേക്സ് ബിജോയിയുടെ സംഗീതമാണ് സിനിമയുടെ ഏറ്റവും വലിയ USP. ഇതൊറ്റയ്ക്ക് നിങ്ങളെ 1950കളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യ പകുതിയിലെ സ്ലോ ബേൺ ഡ്രാമയിൽ നിന്ന് ത്രില്ലറിലേക്കുള്ള ഞെട്ടിക്കുന്ന ജോണർ മാറ്റമാണ് സിനിമയുടെ പ്രധാന പോരായ്മ. കാന്ത തമിഴ് സിനിമാ വ്യവസായത്തിന്റെ സുവർണ കാലഘട്ടമായ 1950കളിൽ ഒരുക്കിയ ഒരു പീരിയഡ് ഡ്രാമ ത്രില്ലറാണ്. ഇതൊരു തിളക്കമാർന്നതും എന്നാൽ വെല്ലുവിളി ഉയർത്തുന്നതുമായ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ. ഈ മെറ്റാ ആഖ്യാന ചട്ടക്കൂട് സിനിമയ്ക്ക് താരപദവിയുടെ ഇരുണ്ട വശങ്ങൾ, അഹംഭാവം, കൃത്രിമത്വം, ആരാധക സംസ്കാരം തുടങ്ങിയവയും വിശകലനം ചെയ്യാൻ അവസരം നൽകുന്നു. ആദ്യകാല സൂപ്പർസ്റ്റാർ MK ത്യാഗരാജ് ഭാഗവതറിന്റെ ജീവിതത്തിൽ നിന്ന് അനൗദ്യോഗികമായി പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഈ കഥ. പ്രധാന അഭിനേതാക്കൾ ഇവരാണ്: സൂപ്പർസ്റ്റാർ TK മഹാദേവനായി ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിന്റെ സംവിധായകനും മെന്ററുമായി സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുന്ന സമുദ്രക്കനി, പിന്നീട് വിചിത്ര സ്വഭാവമുള്ള പോലീസുകാരനായി കടന്നുവരുന്ന റാണ ദത്ഗുബാട്ടി. ഈ സങ്കീർണമായ പാളികൾ സിനിമയുടെ നായകനിൽ നിന്ന് വലിയ പ്രകടനം ആവശ്യപ്പെടുന്നു. അത് നമ്മെ സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ കാന്ത കാണുന്നതിന് മറ്റു കാരണങ്ങളില്ലെങ്കിൽ പോലും ദുൽഖർ സൽമാനു വേണ്ടി മാത്രം ഇത് കാണുക. എല്ലാ നിരൂപകരും ഒരേ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണെന്നും കൂടാതെ സിനിമയുടെ പ്രധാന മാസ് ഘടകമാണെന്നിത്. അദ്ദേഹത്തിന്റെ വെല്ലുവിളി വളരെ വലുതായിരുന്നു. അദ്ദേഹം വെറും അഭിനയിക്കുകയായിരുന്നില്ല, മറിച്ചൊരു മെറ്റാ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 1950കളിലെ സൂപ്പർസ്റ്റാറിന്റെ പ്രത്യേക ശരീരഭാഷ, മനോഭാവങ്ങൾ, നാടകീയമായ ഡയലോഗ് ഡെലിവറി എന്നിവയെല്ലാം ഉൾക്കൊണ്ട് മറ്റൊരു കാലഘട്ടത്തിലെ ഒരു നടന്റെ വേഷം ചെയ്യുന്ന ഒരു നടനായി അദ്ദേഹത്തിന് മാറേണ്ടി വന്നത് അദ്ദേഹം അനായാസം സാധിച്ചു. 1950കളിലെ ഒരു അന്തരീക്ഷത്തിലേക്ക് സ്വാഗും നാടകീയതയും വിശ്വാസ്യതയും അദ്ദേഹം കൊണ്ടുവരുന്നു. 2 മണിക്കൂർ 43 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയെ തോളിലേറ്റുന്നു. സഹതാരങ്ങളിൽ പ്രത്യേകിച്ച് അഹങ്കാരിയായ മെന്ററുടെ വേഷം ചെയ്ത സമുദ്രക്കനി ആദ്യ പകുതിക്ക് ആവശ്യമായ ശക്തമായ നാടകീയത നൽകി സൽമാന്റെ പ്രകടനത്തിന് പിന്തുണയേകി. സിനിമ മികച്ച അഭിനയത്താൽ സമ്പന്നമല്ല, അതൊരു സാങ്കേതിക വിസ്മയവും കൂടിയാണ്. നിരൂപകരൊറ്റയ്ക്കിട്ടായി ഇതിനെ ഉയർന്ന നിലവാരമുള്ള കരകൗശലമെന്ന് പ്രശംസിക്കുന്നു. പക്ഷേ യഥാർത്ഥ നിശബ്ദ താരം ശബ്ദമാണ്. ജേക്സ് ബിജോയിയുടെ സംഗീതമാണ് സിനിമയുടെ ഏറ്റവും വലിയ USP. മലയാളത്തിലെ ഉയർന്ന പ്രശംസയായ കിടു കിടു എന്ന വാക്കാണിതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് കേവലം പശ്ചാത്തല സംഗീതമല്ല, ഇത് 1950കളിലേക്ക് സിനിമയെ ഉറപ്പിച്ചു നിർത്തുന്നു. നാടകീയതയും നായക കഥാപാത്രത്തിന്റെ സ്വാഗും വർദ്ധിപ്പിക്കുന്നു. ദൃശ്യപരമായി സിനിമ ഒരു കലാപരമായ വിജയമാണ്. ഛായാഗ്രഹണം, കളർ ടോണിങ്ങും ഫ്രെയിമിങ്ങും ഉപയോഗിച്ച് ഒരു യഥാർത്ഥ റെട്രോ സൗന്ദര്യം സൃഷ്ടിക്കുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ പഴയ സ്റ്റുഡിയോ പരിസരങ്ങൾ കൃത്യമായി പുനഃസൃഷ്ടിക്കുന്നു. സാങ്കേതിക ടീമുകൾക്ക് സാധിച്ചത് ഒരു നിരൂപകൻ പറഞ്ഞതുപോലെ 1950ലാണ് നമ്മളെന്ന് തോന്നിപ്പിക്കാൻ അതിഗംഭീരമായ കരകൗശലം കാഴ്ചവെക്കാനാണ്. ഇനി പ്രധാന പ്രശ്നം: വിഭജിക്കപ്പെട്ട കഥാഘടന. ഇതാണ് കാന്തയുടെ പ്രധാന വൈരുദ്ധ്യം. സിനിമ അക്ഷരാർത്ഥത്തിൽ 2 പകുതികളാണ്. ആദ്യ പകുതി കഥാപാത്ര വികസനത്തിലും ഈഗോ ക്ലാഷിലുമായി ശ്രദ്ധിക്കുന്ന ഒരു സ്ലോ ടു മീഡിയം പേസ്ഡ് പീരിയഡ് ഡ്രാമയാണ്. അതിന്റെ ദൈർഘ്യം കാരണം ചില നിരൂപകർക്ക് ഇതൊരു ഉറക്കഗുളിക പോലെ അനുഭവപ്പെട്ടു എന്ന് സമ്മതിക്കുന്നു. രണ്ടാം പകുതിയാകട്ടെ ഒരു കുറ്റകൃത്യത്തിലൂടെ പൊടുന്നന്നെ ഒരു അന്വേഷണ ത്രില്ലറിലേക്ക് വഴിമാറുന്നു. പ്രശ്നമെന്താണ്? ഈ മാറ്റം വളരെ തീവ്രമാണ്. 1.5 മണിക്കൂറധികം ശ്രദ്ധയോടെ പടുത്തുയർത്തിയ ഗംഭീരമായ ക്ലാസിക് കാലഘട്ടത്തിലെ അന്തരീക്ഷം റാണ ദത്ഗുബാട്ടിയുടെ പോലീസുകാരൻ അവതരിപ്പിക്കുന്ന സസ്പെൻസ് പ്ലോട്ടിനായി ഏതാണ്ട് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുന്നു. ഈ ടോണൽ വിപ്ലാഷ് പല നിരൂപകരെയും സിനിമയിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ഫലമായി ഈ ഘടനാപരമായ അപാകത ഒരു തൃപ്തികരമല്ലാത്ത ക്ലൈമാക്സിലേക്ക് നയിച്ചു. അപ്പോൾ കാന്തയെക്കുറിച്ചുള്ള അന്തിമവിധി എന്താണ്? ഇത് അതീവ ശക്തിയും ഗണ്യമായ ദൗർബല്യങ്ങളുമുള്ള ഒരു സിനിമയാണ്. മികച്ച സാങ്കേതിക നിർവഹണത്തിലൂടെയും ദുൽഖർ സൽമാന്റെ കരിയറിലെ മികച്ച പ്രകടനത്തിലൂടെയും ഇത് അതിഗംഭീരമായ കരകൗശലം എന്ന പദവി നേടുന്നു. എങ്കിലും ഇതിന്റെ മന്ദഗതിയും 2 മണിക്കൂർ 43 മിനിറ്റ് ദൈർഘ്യവും ഘടനയിലുള്ള പെട്ടെന്നുള്ള മാറ്റവും കാരണം ഇതൊരു മുഖ്യധാരാ വാണിജ്യ വിനോദ സിനിമയല്ല.
കാന്ത ഏറ്റവും അനുയോജ്യമായത് ഗൗരവ സിനിമാ പ്രേമികൾക്കാണ്. പ്രകടനത്തിനും സൂക്ഷ്മമായ കരകൗശലത്തിനും ചരിത്രാനുഭൂതിക്കും മറ്റെന്തിനേക്കാൾ മുൻഗണന നൽകുന്ന പ്രേക്ഷകർക്ക്. നിങ്ങളൊരു സാധാരണ വേഗതയുള്ള ത്രില്ലറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തൃപ്തികരമല്ലാത്ത ക്ലൈമാക്സിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്ക് വെല്ലുവിളിയായിരിക്കും. നിങ്ങൾ കാന്ത കണ്ടോ? ജോണർ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കൂ.